സാർ, നേരിട്ടുള്ള ചോദ്യം, കലയ്ക്ക് ലഹരി വേണോ? സിനിമ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് കലയുടെയല്ല ലഹരിയുടെയാണ് എന്ന് പറയേണ്ടി വരും. അതിന് ഈ കലയ്ക്ക്, അതായത് സംവിധാനം ചെയ്യാനോ എഴുതാനോ അഭിനയിക്കാനോ ഒക്കെ ലഹരിയുടെ ആവശ്യമുണ്ട്. ഞാൻ 20 സിനിമ സംവിധാനം ചെയ്തൊരു സംവിധായകനാണ്. ഇന്നുവരെ ഒരു ഷോട്ട് പോലും മദ്യപിച്ചുകൊണ്ട് എടുത്തിട്ടില്ല. ഞാൻ അത്യാവശ്യം മദ്യപിക്കുന്ന ആളാണ്, എന്ന് വെച്ചാൽ വലിയ മദ്യപാനിയല്ല. എല്ലാ വർക്കും കഴിഞ്ഞ് വന്ന് സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരുമായി ഇരുന്ന് സൊറ പറയുക എന്ന് പറയില്ലേ, അതിനുവേണ്ടി ആ സമയത്ത് 1-2 പെഗ് കഴിക്കുന്നതല്ലാതെ ഒരിക്കലും വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുകയില്ല. കാരണം നമ്മുടെ സ്വബോധം നഷ്ടപ്പെടുകയില്ലേ. എന്തിനാണ് ലഹരി ഉപയോഗിക്കുന്നത്? നമ്മുടെ കൃത്യമായ ബോധം ഇല്ലാതെ വരുന്നു. ഒരു രസം അല്ലെങ്കിൽ എന്താണ് പറയുക, അത് കലയ്ക്ക് യാതൊരു തരത്തിലും ഗുണകരമാവില്ല ഒരു ലഹരിയും. അത് മദ്യമെന്നല്ല, കഞ്ചാവെന്നല്ല, രാസലഹരി എന്നല്ല, ഒന്നും കലയ്ക്ക് ഗുണകരമാവുന്നില്ല, ശരീരത്തിന് ദോഷകരമാവുന്നു, സിനിമയ്ക്ക് ദോഷകരമാവും. എങ്ങനെയെന്ന് വെച്ചാൽ, ഈ സമീപകാലത്ത് ചില ന്യൂജൻ സിനിമകൾ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. കിളിബോയി എന്ന് പറയുന്ന സിനിമ വരെ വന്നു. ന്യൂജൻ കിളിബോയി എന്ന് പറഞ്ഞാൽ ഇതടിച്ചിട്ട് കിളിബോയി എന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ സിനിമകൾക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള സീൻസ് തമ്മിൽ ബന്ധമോ കഥയ്ക്ക് എന്തെങ്കിലും ബന്ധങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറം അന്വേഷിച്ച് പോകുമ്പോൾ ഇവനൊക്കെ ലഹരി അടിക്കുന്നവരായി. ഇതിൽ നല്ല സിനിമകൾ വന്നിട്ടില്ല എന്നല്ല, അവർ ലഹരി ഉപയോഗിക്കാതെ ചെയ്തു പോയി. അതിൻ്റെ അർത്ഥം, ഈ ലഹരി ഉപയോഗിച്ചാൽ കൃത്യമായി ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല, ഒരു കൃത്യതയും ഉണ്ടാവില്ല ഒന്നിലും. നമുക്ക് തോന്നുന്ന ചില അനുഭൂതി വിശേഷങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് സിനിമ പോകും. എഴുതാൻ പറ്റുന്നത് ഒരു നല്ല കാര്യവും ലഹരി ഉപയോഗിച്ചുകൊണ്ട് എഴുതാൻ കഴിയില്ല. ഇപ്പോൾ തിരക്കഥാകൃത്തുക്കൾ സിഗരറ്റ് വലിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചില മാനസിക പിരിമുറുക്കങ്ങളുണ്ടാവും, ചില സിറ്റുവേഷൻ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, ചില കാര്യങ്ങൾ വരുമ്പോൾ മനസ്സിൽ കിടന്ന് തിങ്ങും. അപ്പോൾ ഒരു സിഗരറ്റ് വലിക്കുന്നത്, അത് അവർ പോലും അറിയാതെ, എന്നോട് ലോഹിദാസ് പറഞ്ഞിരുന്നു, അതാ വലിക്കുന്ന പ്രക്രിയ നമ്മൾ അറിയുന്നില്ല, ചിന്തയിലാണ്, അപ്പോൾ മറ്റു ചിന്തയിലാണ്. എന്നാൽ സിഗരറ്റ് വലിക്കുകയോ മദ്യപിക്കുകയോ ചെയ്യാതെ സൂപ്പർ ഹിറ്റ് സിനിമകൾ ഉണ്ടാക്കിയ സംവിധായകരുണ്ട്. സിദ്ദിഖ് എന്ന് പറയുന്ന സംവിധായകൻ ഇന്ന് വരെ ഒരു ബിയർ പോലും കഴിച്ചിട്ടില്ല, ഒരു സിഗരറ്റ് വലിച്ചിട്ടില്ല. അദ്ദേഹം എത്രയോ സൂപ്പർ ഹിറ്റുകൾ ചെയ്തു. അഭിനയിക്കുന്നത് ഇന്ന് വരെ മദ്യപിക്കാത്ത സിദ്ദിഖ് എത്ര മനോഹരമായി അഭിനയിച്ചിട്ടുണ്ട്. ഈ ലഹരി അടിച്ചാലേ അഭിനയം വരുമെന്ന് പറയുന്നത് മണ്ടത്തരമാണെന്നല്ലേ എൻ്റെ അർത്ഥം. ജഗദീഷ് എത്രയോ വർഷമായി അഭിനയിക്കുന്നു, ഇന്ന് വരെ ഒരു ബിയർ പോലും കഴിച്ചിട്ടില്ലാത്ത ആളല്ലേ. അപ്പം മദ്യപിക്കുന്നത് എനിക്ക് അഭിനയിക്കാനോ അല്ലെങ്കിൽ തിരക്കഥ എഴുതാനോ സംവിധാനം ചെയ്യാനോ പ്രചോദനം തരുന്നു എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. ഇവർക്ക് കഴിക്കാനോ വലിക്കാനോ ഉള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ മാത്രമാണ് അങ്ങനെയുള്ള വാചക കസർത്തുകൾ. സാറേ, നമ്മുടെ ഈ പഴയ കാലത്തെ സിനിമകൾ, ആ സിനിമകളിലാണെങ്കിൽ ഇത്ര പോലും ഇല്ല, മദ്യം പോലും. പലപ്പോഴും ഈ അടൂർ ഭാസിയൊക്കെ പറ്റിയിട്ട് ചില അപവാദങ്ങൾ ഉണ്ടായതല്ലാതെ മറ്റ് നടന്മാരെല്ലാവരും 90% എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ കുറച്ചുകൂടെ ജെന്യുവിനായിരുന്നു സിനിമയിൽ. പുതിയ കാലഘട്ടം വന്നപ്പോഴാണോ ഇങ്ങനെ ആയത്? അന്നത്തെ കാലത്ത് അടൂർ ഭാസി മാത്രമല്ല, മദ്യപിക്കുന്ന കൊട്ടാരക്കര ഉണ്ടായിരുന്നു, PJ ആന്റണി ഉണ്ടായിരുന്നു. അപൂർവം ചിലരെ മദ്യപിച്ച് ജീവിതം കളഞ്ഞവരുന്നു, പ്രേം നസീർ ഉൾപ്പെടെ. എന്താണ് പറയുക, നല്ല കുടുംബ ബന്ധങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് സിനിമയെ സിനിമയായി കണ്ട്, അതൊരു തൊഴിലായി കണ്ട്, അതൊരു കലയായി കണ്ട് പ്രവർത്തിച്ച ആളുകളാണ്. പിന്നെ പിന്നീട് ഇങ്ങോട്ട് വന്ന സുകുമാരനും MG സോമനും ഒക്കെ, അവരും നല്ല രീതിയിൽ കുടുംബ ബന്ധങ്ങൾ സൂക്ഷിച്ചു. എന്നാൽ മദ്യപാനമുണ്ടായി. മദ്യപാനം എന്ന് പറയുന്നത് സിനിമയ്ക്ക് ദോഷകരമാകാതെ ചെയ്തിരുന്നു. സിനിമ വർക്ക് കഴിഞ്ഞ് വന്ന് റൂമിൽ വന്നിട്ട് കൂട്ടം കൂടുന്നു. ഇപ്പോൾ അതല്ലല്ലോ സംഭവിക്കുന്നത്. സെറ്റുകളിൽ ആരും അറിയാതെ സിഗരറ്റ് വലിക്കുന്നു, സംവിധായകൻ വലിച്ചിട്ട് നടന് കൊടുക്കുന്നു, നടൻ വലിച്ച് ക്യാമറമാന് കൊടുക്കുന്നു. ഇങ്ങനെ പോകില്ലേ? ഇത് എത്രത്തോളം ദോഷമാകുന്നു വെച്ചാൽ, ഒരു ക്യാമറ വർക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം കോൺഫിഡൻസ് വേണം അയാൾക്ക്, എത്രത്തോളം സൂക്ഷ്മത വേണ്ടേ? അതെ. ആ സൂക്ഷ്മത നഷ്ടപ്പെടുകയല്ലേ ലഹരി ചെല്ലുമ്പോൾ ചെയ്യുന്നു. അപ്പോൾ പിന്നെ പുതിയൊരു കാര്യമുണ്ട്, ക്യാമറ ഷെയ്ക്കായാൽ അതും പുതിയ തലമുറയ്ക്ക് അയാളുടെ വർക്ക് കണ്ടു എന്ന് പറഞ്ഞു.
അബദ്ധത്തിൽ ക്യാമറ ഷെയ്ക്ക് ഉണ്ടായിരുന്നു. ആ പ്രത്യേക സന്ദർഭത്തിൽ കണ്ടോ ക്യാമറ ഷെയ്ക്ക് ചെയ്തിരിക്കും. ഇങ്ങനെ പറഞ്ഞ് പാടിപ്പുകഴ്ത്താൻ കുറേ ആൾക്കാർ ന്യൂജൻ സിനിമകൾ എന്ന് പറഞ്ഞു വരുന്നു. അങ്ങനെ ന്യൂജൻ സിനിമകളിൽ നിന്നും അത് പെട്ടെന്ന് തന്നെ ജനം വെറുത്തു തുടങ്ങി. അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മളിപ്പോൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ തുടരുമെന്ന് പറയുന്ന സിനിമ മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടൊന്നുമല്ല. ആ സിനിമയുടെ നന്മ കൊണ്ടാണ് ആ സിനിമ സൂപ്പർ ഹിറ്റ് ആവുന്നത്. ഓഫ് കോഴ്സ് മോഹൻലാൽ ഗംഭീരമായി ചെയ്തിരിക്കുന്നു. മോഹൻലാൽ 40 വർഷമായിട്ട് ഗംഭീരമായി അഭിനയിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ എന്തുകൊണ്ടാണ് എമ്പൂരാൻ ഓടാതിരുന്നത്? അല്ലെങ്കിൽ പല സിനിമകളും പരാജയപ്പെട്ടത്? അപ്പോൾ കൃത്യമായ സിനിമ കൊടുത്താൽ ആ സിനിമ വിജയിക്കുക തന്നെ ചെയ്യും. തരൺമൂർത്തി ഒരിക്കലും ലഹരിക്ക് അടിമപ്പെട്ട് എഴുതുകയോ സംവിധാനം ചെയ്യുകയോ ചെയ്യുന്ന ആളല്ല. അയാൾക്ക് സിനിമയാണ് ലഹരി. ഇപ്പോൾ അയാൾ ലഹരിയിലാണ്. കാരണം ആ സിനിമ സക്സസ് ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരും അയാളെ വിളിച്ച് അഭിനന്ദിക്കുമ്പോൾ അതിൻ്റെ ഒരു ലഹരി ഉണ്ടത്. അതാണ് ശരിക്കും വേണ്ടത്. പക്ഷേ ഒരു നടൻ, ഒരു യുവനടൻ, ഇടയ്ക്ക് ഒരു നടൻ്റെ മകനായി ഉള്ള ആളാണ് അദ്ദേഹം. ഒരു സിനിമയിൽ പല സിനിമകളിൽ നായകനായെത്തി. പെട്ടെന്ന് ഷൂട്ടിനിടയ്ക്ക് സിനിമയുടെ നടുക്ക് വെച്ചിട്ട് ക്യാമറയും ലൊക്കേഷനും എല്ലാം നിൽക്കുന്നതിൻ്റെ നടുക്ക് വെച്ചിട്ട് എനിക്ക് മൂടില്ല, എനിക്ക് അഭിനയം വരുന്നില്ല എന്ന് പറഞ്ഞ് പോവുകയാണ്. അദ്ദേഹത്തിനെ തിരുത്തി വന്നു, ലഹരിയെല്ലാം ഉപേക്ഷിച്ച് തിരുത്തി വന്നു. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്തു പോകുന്ന ആൾക്കാർ ഇപ്പം നമ്മൾ കണ്ടു. ഒരു നടൻ ഹോട്ടലിൽ നിന്ന് എടുത്തിയാടി ഓടുന്നതും മറ്റൊരു നടൻ കഞ്ചാവ് വേണമെന്ന് ചോദിക്കുമ്പോൾ വെയിറ്റ് എന്ന് പറയുന്നതും ഒക്കെ കണ്ടു. അപ്പോൾ ഈ എനിക്ക് മൂടില്ല, അഭിനയം വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ലൊക്കേഷനിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇത് അയാളുടെ മാത്രം കാര്യമല്ലോ. ഒരു സിനിമയെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ അന്നവും കൂടെ ഇല്ലേ? അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളിപ്പോൾ പേര് പറയാൻ പോലും മടിക്കുന്നു. അതാരാണ് ആ നടന്ന്? ഞാൻ പേര് പറയും, ഷെയ്ൻ നിഗമാണെന്ന് ഞാൻ പറയും. ശ്രീനാഥ് ഭാസി അടുത്തൊരു സിനിമയിൽ നിന്ന് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയിട്ട് 5 ദിവസം കഴിഞ്ഞിട്ടും വന്നില്ല. ആൾ മലേഷ്യയിലേക്ക് പോയി. അപ്പം മൂഡ് സ്വിംഗ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ തോന്നിയ പോലെ പ്രവർത്തിക്കുന്നതാണെന്ന് വെച്ചാൽ അവർക്കൊന്ന് അനുഭവ പരിചയമില്ല, ഇതിൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് അറിയില്ല. അവർ വന്നപ്പോൾ അച്ഛൻ നടനാണ്, അല്ലെ എല്ലാ സൗകര്യങ്ങളും കൂടി വന്നു, ലഹരി ഉപയോഗിക്കുന്നു. ഞാനൊരു സെലിബ്രിറ്റിയാണ്, ഞാൻ നായകനാണ്, അല്ലെ എന്നെ പ്രതീക്ഷിച്ചാണ് സിനിമ ചെയ്യുന്നത്, എന്നാൽ ബാക്കിയുള്ളവരൊന്ന് വെയിറ്റ് ചെയ്യട്ടെ. ഒരു അഹങ്കാരമുണ്ടല്ലോ, അതങ്ങ് കയറും. ലഹരി ചെല്ലുമ്പോൾ അത് ഇരട്ടിയാവും, അല്ലെ 10 ഇരട്ടിയാവും. അപ്പോൾ എന്നെ കാത്തു നിൽക്കട്ടെ എന്ന് പറയുന്ന ആ അഹങ്കാരം വരുന്നവനെ വീട്ടിലിരുത്തുക എന്നുള്ളതാണ് ചലച്ചിത്ര നിർമ്മാതാക്കൾ, പ്രവർത്തകർ ചെയ്യേണ്ടത്. ഞാൻ ഈ എല്ലാ സാങ്കേതിക വിദഗ്ധരോടും പറയും, നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നവരെ അവരെത്ര കോടികെട്ടിയ ആൾക്കാരുമായിട്ട് ഒഴിവാക്കൂ. നമുക്കൊന്ന് ശുദ്ധീകരിച്ചെടുക്കാം, ഈ ഇൻഡസ്ട്രി ഒന്ന് ശുദ്ധീകരിക്കാം. ലഹരിയില്ലാത്ത, ലഹരി മുക്തമായ ഒരു സിനിമ ഇൻഡസ്ട്രിയെ നമുക്ക് വാർത്തെടുക്കാം. ഇവരൊന്നും മോശപ്പെട്ട കലാകാരന്മാരൊന്നുമല്ല. ഇവരെയൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയി, ഏതെങ്കിലും ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയി അവരെ മനുഷ്യരാക്കി തിരിച്ചു കൊണ്ടുവരാൻ. അതാണ് ശരിക്കും ഇൻഡസ്ട്രി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ചെയ്യേണ്ടത്, അവരുടെ ബന്ധുക്കൾ ചെയ്യേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.